ആരുമില്ലേ? വേറെ ആരുമില്ലെന്ന്? എവിടെ? എവിടെയെന്ന്? ബെഡ്റൂമിൽ. നടക്ക. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ലൈറ്റ് ഓഫ് ചെയ്യൂ. ലൈറ്റ് ഓഫ് ചെയ്യാൻ. ശബ്ദിക്കരുത്. ഞാൻ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. അത് നിറവേറ്റിക്കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കൊള്ളാം. അതുവരെ ഞാൻ ഈ മുറിയിൽ കഴിയും, നിങ്ങളുടെ കുഞ്ഞിനോടൊപ്പം. ഞാനിവിടെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ജീവനോടെ കാണില്ല. ഓർമ്മയിരിക്കട്ടെ എപ്പോഴും. No, get out. Get out. ഉറങ്ങിപ്പോയോ? കുറെ നേരം ആലോ ഞാൻ കിടന്ന് ബെല്ലടിക്കുന്നു. മോളുറങ്ങിയോ? എന്താ നിനക്ക് സുഖമില്ലേ? മോളുടെ ചെവിവേദന എങ്ങനെയുണ്ട്? മോൾ ഉറങ്ങി. ഡോക്ടറെ കാണിച്ചില്ലേ? ഉവ്വ്. ശ്രീയേട്ടാ, എന്താ ശല്യം?
എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? കാര്യം എന്താണെന്ന് പറയൂ. ശ്രീയേട്ടാ, റാണിമോൾ. മോക്കെന്ത് പറ്റി? മോൾ എവിടെ? റാണിമോൾ. വേണ്ട, അങ്ങോട്ട് പോകരുത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മോളിൽ ഒരാളുണ്ട്. ആര്? അറിയില്ല. അയാൾ മോളെ എന്തെങ്കിലും ചെയ്യും. മോളെ, റാണി മോളെ, മോളെ. വേണ്ട ശ്രീയേട്ടാ, വാതിൽ തുറക്കരുത്. മോളെ, റാണി മോളെ. വേണ്ട ശ്രീയേട്ടാ, വാതിൽ തുറക്കരുത്, പ്ലീസ്. റാണി മോളെ. മോളെ, റാണി മോളെ. ഇൻസ്പെക്ടർ, വാതിൽ തുറക്കരുത്. വാതിൽ തുറക്കാൻ ശ്രമിക്കരുതെന്നാണ് പറഞ്ഞത്. നീ മര്യാദക്ക് പുറത്തു വരുന്നോ അതോ വാതിൽ ഞാൻ ചവിട്ടി പൊളിക്കണോ? തുറക്കണം. വേണ്ട ശ്രീയേട്ടാ, അയാൾ മോളെ എന്തെങ്കിലും ചെയ്യും. വേണ്ട ശ്രീയേട്ടാ. തുറക്കണം വാതിൽ. തുറക്കാൻ. തുറക്കണം. വാതിൽ തുറക്കാൻ. മിണ്ടിപ്പോരുത്. എന്നെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ കുഞ്ഞിനെ ജീവനോട് കാണണമെങ്കിൽ ഇനി ഈ ഡോറിൽ തൊട്ടു പോരുത്. മിണ്ടിപ്പോരുത്. ഒരു നിമിഷം കൂടെ നിനക്ക് ഞാൻ തരികയാണ്. അതിനുള്ളിൽ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കണം. മോളെ, മോളെ, മോളെ. അടുത്ത പ്രാവശ്യം എന്റെ ഉന്നം തെറ്റില്ല. വേണ്ട ശ്രീയേട്ടാ, വാതിൽ തുറക്കണ്ട. നമ്മുടെ മോൾക്ക് എന്തെങ്കിലും. നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ഉപദ്രവിക്കാൻ വന്നതല്ല. യാദൃച്ഛികമായി ഇങ്ങോട്ട് കയറിയതാണ്. നിനക്ക് എന്താ വേണ്ടത്? പോണം. 2 ദിവസം ഇവിടെ താമസിക്കണം. എന്തിന്? എന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം നിറവേറ്റാൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കും. ഇതൊരു പോലീസ് ഓഫീസറുടെ വീടാണെന്ന് നിനക്കറിയാമോ? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴിതൊരു സൗകര്യമായി തോന്നുന്നു. നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ എന്റെ റിവോൾവറിന്റെ തുമ്പിലാണെന്ന് ഓർമ്മ വേണം. വേണ്ട ശ്രീയേട്ടാ, പ്ലീസ് വരൂ. എന്തിനാ കരയുന്നത്? എന്റെ ഡാഡിയും മമ്മിയും എന്നെ തള്ളാറുണ്ടല്ലോ, എന്നിട്ട് അവരാരും കരയുന്നില്ലല്ലോ. അങ്കിൾ എന്തിനാ കരയുന്നത്? സാരമില്ല. ഐ എം സോറി മോളെ. ഐ എം സോറി. എന്താ രാജൻ, ഒരു ഫയറിംഗ് സൗണ്ട് ഈ ഭാഗത്ത് നിന്ന് കേട്ടല്ലോ സാർ. ഇപ്പോ ഒരല്പം മുമ്പല്ലേ? അതെ. അത് ഞാൻ എന്റെ പിസ്റ്റൾ ക്ലീൻ ചെയ്തപ്പോ ഒരു കൈപ്പഴ പറ്റിയതാണ്. ഏതായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്താ ചിരിച്ചത്? അല്ല, DSP ശ്രീകുമാർ സാറിന് കൈപ്പഴ. അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് കേട്ടിട്ടില്ലേ? അതിരിക്കട്ടെ, ഈ അസമയത്ത് എന്താ ഈ വഴിക്ക്?
ഈ ഏരിയയിൽ വെച്ചാണ് സാർ കോൺട്രാക്ടർ അഗസ്റ്റിനെ വെടിവെച്ചാണ് രക്ഷപ്പെട്ടത്. ഓ അത് ശരി. ചുമ്മാ ഒന്ന് കറങ്ങി നോക്കാന്ന് കരുതി. സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. അനങ്ങരുത്. ആ തോക്ക് ഈ ടീപ്പോയിൽ കൊണ്ടുവയ്ക്കോ. താങ്ക് യു. ഇതിന്റെ ബുള്ളറ്റ് തീർന്നുപോയി. I will not leave that bastard. അരുത് ശ്രീയേട്ടാ പ്ലീസ്. DSP ശ്രീകുമാർ ആരാണെന്ന് അവൻ അറിയില്ല. Who the hell he thinks he is bastard? ശ്രീയേട്ടാ ഞാനാണ് പറയുന്നത് പോകരുതെന്ന്. ശാലിനി, എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞിന്റെ ജീവനുമായി ഒരു റാസ്കൽ പന്താടുമ്പോ വെറും ഒരു മരപ്പാവെ പോലെ ഞാനിത് കണ്ടോണ്ടിരിക്കണമെന്ന് അവൻ പറയുന്നത്. Bastard, bloody son of a bitch. ശ്രീയേട്ടാ ശരി ശ്രീയേട്ടൻ പൊയ്ക്കോളൂ. പക്ഷേ ശ്രീയേട്ടൻ എന്തെങ്കിലും അബദ്ധം കാണിച്ച് എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. നീ കരയാതെ. കരയാന്ന് പറഞ്ഞില്ലേ, ഞാൻ പോണില്ല. Bastard. Bloody bastard. Bloody bastard.